നോക്ക് ജോബിൻ, എൻ്റെ ഫാമിലിയിൽ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് മറ്റാരോടും ഷെയർ ചെയ്യാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. എല്ലാം ഒന്ന് സോൾവ് ആവുന്നവരെ പുറത്തുള്ളവരുമായി കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ടാന്ന് തന്നെ തീരുമാനം. മറ്റാരും അതിലിടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഒക്കെ പരിഹരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജോബിനും ഡേസിയും ഒക്കെ വിളിക്കാം. അങ്കിൾ, എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ്? നോ, പറഞ്ഞല്ലോ. തൽക്കാലം മറ്റുള്ളവരെ ഇതിലിടപെടുത്താൻ എനിക്ക് താല്പര്യമില്ല. നൗ യു മേ പ്ലീസ്. പ്ലീസ്. എന്താ നിർത്തിക്കളഞ്ഞത്? കുറെ കൂടി ശക്തിയിൽ അലറി വിളിക്കായിരുന്നില്ലേ? വിളിക്കേ, കഴിയാവുന്നത്ര ഉച്ചത്തിൽ നീ അലറി വിളിക്കേ. പക്ഷെ നീ എത്ര ഉച്ചത്തിൽ കൂവി വിളിച്ചാലും രക്ഷിക്കാൻ ആരും വരില്ല. ആരും. അത് പ്രതീക്ഷിച്ച് നീ നിൽക്കും വേണ്ട. അഥവാ ആരെങ്കിലും വന്നാൽ പോലും എന്റെ വീട്ടിൽ ഞാൻ കയറ്റില്ല. അതിന് എത്ര വേണ്ടപ്പെട്ടവനാണെങ്കിൽ പോലും. ഓർത്തോ? എത്ര നാൾ അച്ഛൻ എന്നെ ഇവിടെ ഇങ്ങനെ പൂട്ടിയിടാൻ പറ്റും? നീ മര്യാദയ്ക്ക് ജീവിക്കുന്നു എനിക്ക് ബോധ്യാവുന്നവരെ. എന്താ, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണോ നിന്റെ ഈ ചിരിയുടെ അർത്ഥം? എങ്കിലും എല്ലാവർക്കും കൂടി ഇങ്ങനെ തന്നെ കഴിയാം, മരണം വരെ. അപ്പൊ സന്തോഷാവില്ലേ നിനക്ക്? ഒച്ച വെച്ച് ഇനിയും മിടുക്കിയാവാനാണ് ശ്രമമെങ്കിൽ ഓർത്തോ, അതിനൊക്കെയുള്ള പണി എനിക്കറിയാം. എന്താ ജോ, നീ പോയിട്ടെന്തായി? വിജയും ഗീതയും കണ്ടോ? കണ്ടു. അവർക്ക് കുഴപ്പമൊന്നുമില്ല മമ്മി. പിന്നെന്താ വിജയും ഗീതയൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? അത് വെറുതെ സ്വിച്ച് ഓഫ് ചെയ്തേ ഉള്ളൂ. വെറുതെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുവോ? ജോ, നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞത് സത്യമാണ് ടീച്ചറെ. അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലെങ്കിൽ എല്ലാവരുടെയും ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നാ എന്റെ ചോദ്യം. നീ അതേക്കുറിച്ച് വിജയോട് ചോദിച്ചോ? ചോദിച്ചു. ഞാൻ പിന്നെ ചോദിക്കാതിരിക്കോ? അപ്പൊ എന്താ പറഞ്ഞേ? അത് പിന്നെ ആദ്യം അങ്കിൾ എന്റെ ചോദ്യത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ വിടുവോ? എന്താ കാര്യമെന്ന് വീണ്ടും ചോദിച്ചപ്പോ ആള് സത്യം പറഞ്ഞു. മോളുമായിട്ട് വിജയങ്കിളൊന്ന് പിണങ്ങി.
അതിന്റെ വാശിക്ക് ആ കുട്ടി ഫോൺ എന്തോ നിലത്തെറിയോ മറ്റോ ചെയ്തു അത്രേ. അതിന്റെ ദേഷ്യത്തില് ഇനി ഈ വീട്ടില് ആരും ഫോൺ യൂസ് ചെയ്യണ്ടെന്നും പറഞ്ഞ് അങ്കിള് തന്നെ എല്ലാവരുടെയും ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുക. അത്രേ ഉള്ളൂ കാര്യം. മമ്മിയെ നാളെ വിളിക്കാന്ന് അങ്കിള് പ്രത്യേകം പറയാൻ പറഞ്ഞു. വിജയ് ഇത്ര സീരിയസ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ അപ്പുവായിട്ട് നടന്നത് ഒരു നിസ്സാര വഴക്കാവില്ല. നീ അതേക്കുറിച്ചൊന്നും അങ്കിളിനോട് ചോദിച്ചില്ലേ? ഇല്ല, ഇങ്ങോട്ടൊന്നും പറയാത്ത സ്ഥിതിക്ക് എന്താ വഴക്കിന് കാരണമെന്ന് ഞാനായിട്ട് അങ്ങോട്ട് ചോദിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. വെറുതെ ഒരു കാഷ്വൽ വിസിറ്റ് എന്ന മട്ടിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോകുന്നു. ഛേ, എന്നാൽ ഇവർക്കൊക്കെ എന്താ പറ്റിയത്? എന്റെ ഒരു ഊഹം വെച്ച് നോക്കുമ്പോ അപ്പുവുമായി വഴക്കുണ്ടാക്കിയത് മാത്രമായിരിക്കില്ല പ്രശ്നം. വിജയുടെയും മുരളിയുടെയും കുടുംബങ്ങൾ തമ്മില് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മളോട് മുരളി ഇങ്ങനെ റിയാക്ട് ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. മമ്മിയോട് ഞങ്ങൾ പറഞ്ഞത് അത് കുട്ടികൾ തമ്മിലുള്ള എന്തോ ഇഷ്യൂ ആണെന്നല്ലേ? അത് ചിലപ്പോ കുറച്ചുകൂടി വഷളായിട്ടുണ്ടാവും. ഇന്നത് രണ്ട് ഫാമിലികൾ തമ്മിൽ ഒരകൽച്ചയിലെത്താനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടാവും. അതാവും മുരളി അങ്കിൾ അങ്ങനെ സംസാരിച്ചത്. ഏതായാലും മമ്മി ടെൻഷൻ ആവണ്ട. നമ്മൾ പേടിച്ചതുപോലെ അത്ര സീരിയസ് ഇഷ്യൂ ഒന്നും അല്ല. അല്ല, ഇതൊരു സീരിയസ് ഇഷ്യൂ തന്നെയാ. എനിക്കറിയാവുന്ന വിജയും മുരളിയും അത്ര നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി പിരിഞ്ഞ് കഴിയുന്നവരല്ല. ഗീതയുടെയും അശ്വതിയുടെയും കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാ. എന്നാലും എന്തായിരിക്കും അവർക്കിടയിൽ സംഭവിച്ചത്? ഛേ, എന്ത് കഷ്ടം ഇതൊക്കെ. എന്റെ ടീച്ചറെ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില പൊട്ടിത്തെറികളും സൗന്ദര്യ പിണക്കമൊന്നും ഇല്ലെങ്കിൽ പിന്നെന്താ ഫ്രണ്ട്ഷിപ്പിനൊരു സുഖമുള്ളത്? ഇപ്പൊ നമ്മൾ രണ്ടുപേരും തമ്മിൽ ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും മിനിമം പിണങ്ങില്ലേ? എന്നുവെച്ച് നമ്മൾ തമ്മിൽ വല്ല ശത്രുതയുണ്ടോ? അതുപോലെ തന്നെയാവും അവരുടെ പിണക്കവും. അതൊന്നും നമ്മൾ അത്ര കാര്യമായിട്ട് എടുക്കണ്ട. എല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. ശരിയാവുന്നേ. മമ്മി അതേക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ പോയി കിടക്കാൻ നോക്ക്. ചെല്ല്.